നമസ്കാരം, അരുണാണ്. കൂടെ സുമിയുണ്ട്. മലാവിഡറിയുടെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ നമ്മൾ വീണ്ടും നമ്മുടെ വില്ലേജാണ് അല്ലേ? അതെ, നമ്മൾ ഇന്ന് വീണ്ടും വില്ലേജിലേക്ക് വന്നതാണ്. ഇന്ന് നമ്മൾ പുതിയൊരു ദൗത്യമായിട്ടാണ് നമ്മുടെ വില്ലേജ് വന്നിട്ടുള്ളത്. അപ്പൊ എന്താണ് അറിഞ്ഞിട്ട്, അപ്പൊ നമ്മുടെ വില്ലേജിനെ സ്വയം പര്യാപ്തതയിലേക്ക് എത്തിക്കുക എന്നുള്ള ലക്ഷ്യമായിട്ട് നമ്മൾ ഒരു മത്സ്യ കുളം നിർമ്മിക്കാൻ വേണ്ടി തീരുമാനിച്ചു. ഈ കുളത്തിന്റെ ഈ കുളത്തിനോട് ചേർന്നുള്ള സ്ഥലങ്ങളിലെല്ലാം കൃഷിയും ചെയ്യാൻ പറ്റും. അപ്പോൾ അതിനോട് അനുബന്ധിച്ചാണ് ഇവിടെ വലിയൊരു കുളം നിർമ്മിച്ച് 3-4 ഫാമിലികൾ കൂടിയിട്ടാണ് വലിയൊരു കുളം നിർമ്മിക്കുന്നത്. ആ കുളത്തിലേക്ക് നമ്മൾ ചാമ്പോ ഫിഷിനെ കൊണ്ടിടാൻ. ഇവിടെ ചാമ്പോ കിട്ടത്തില്ല. അപ്പോൾ നമ്മളിവിടെ അടുത്ത് തന്നെ ചാമ്പോ കിട്ടുന്നൊരു സംവിധാനം ഉണ്ടാക്കുകയാണെങ്കിൽ ഇവർക്കൊരു വലിയ വരുമാനമാരും കാണും. കാരണം മലാവിലെ ആളുകളെ സംബന്ധിച്ചിടത്തോളം ചാമ്പോ ഭയങ്കര ഇഷ്ടമുള്ള സാധനമാണ് അല്ലേ? ഭയങ്കര ഇഷ്ടമുള്ളതും ഭയങ്കര എക്സ്പെൻസീവ് ആയിട്ടുള്ള മീനാണ് ചാമ്പോ പറയുന്നത്. നമ്മളൊക്കെ പണ്ട് നിന്ന സ്ഥലത്ത് ഇഷ്ടം പോലെ ചാമ്പോ കിട്ടും, കാരണം ലേക്ക് അടുത്തായിരുന്നല്ലോ. പക്ഷെ ഈ ഒരു ഏരിയ എന്ന് പറഞ്ഞാൽ ലേക്കൊന്നുമില്ല. അപ്പം ഇവർക്ക് ഇവിടെ മീൻ വളർത്തിയിട്ട് വിൽക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല വരുമാനം കിട്ടും. അതേപോലെ വേനലാകുമ്പോൾ ഈ കുളത്തിൽ നിന്നുള്ള വെള്ളം ഉപയോഗിച്ചിട്ട് ഇവർക്ക് ഇവിടെ കൃഷി ചെയ്യാനും പറ്റും. അപ്പം നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അപ്പൊ നമുക്ക് നേരെ കുളം കുഴിക്കുന്ന കാഴ്ചകൾ കാണാം. അപ്പൊ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞത് മത്സ്യക്കുളം നിർമ്മിക്കുന്നതാണ് അല്ലേ? അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പം നമ്മൾ കുളം എവിടെ കുഴിക്കാന്നുള്ളത് നോക്കിയിട്ട് പോവുകയാണ്. ഇതെല്ലാം ഇവരുടെ പാടാണ് കേട്ടോ. മഴ ആയതുകൊണ്ട് കുറേ ഭാഗത്തൊന്നും കൃഷിയില്ല. അപ്പം നമ്മൾ എവിടെ കുഴിക്കാൻ പറ്റുമെന്ന് നോക്കി പോവുകയാണ്. മുന്നിൽ തമാലയുണ്ട്, ഇവിടുത്തെ ആ ഒരു ചേച്ചിയുണ്ട്. അപ്പോൾ അരുണേട്ടനും എല്ലാവരും അവിടെ നിൽക്കുന്നുണ്ട് കേട്ടോ. അപ്പം നമുക്ക് അവിടെ പോയി നോക്കാം എവിടെയാണ് കുളം കുഴിക്കുന്നതെന്നുള്ളത്. മഴ ആയതുകൊണ്ട് തന്നെ ഇവിടുത്തെ പുല്ലൊക്കെ പെട്ടെന്ന് വളർന്നൊരു കാട് പോലെ ആയിട്ടുണ്ട്. അപ്പോൾ നടക്കാനൊക്കെ കുറച്ച് ബുദ്ധിമുട്ടാണ്. എന്നാലും നമ്മൾ നോക്കി പോവുകയാണ് എവിടെയാണ് കുളം കുഴിക്കാൻ പറ്റുന്നതെന്ന്. അപ്പോൾ ആ ഒരു അവരൊക്കെ നിൽക്കുന്ന ഒരു ഏരിയയിൽ കുറച്ച് കുളം കുഴിക്കാൻ പറ്റുന്ന ഒരു ഏരിയ ആണ്. അപ്പോൾ അങ്ങോട്ടേക്ക് നടന്നു പോവുകയാണ്. അപ്പോൾ ഈ ഒരു ഏരിയയിലാണ് നമ്മൾ കുളം കുഴിക്കാൻ വേണ്ടിയിട്ട് വിചാരിക്കുന്നത്. ഇത് കണ്ടോ, ഇവിടെ വലിയ വാഴക്കൂട്ടൊക്കെ ഉണ്ട്. കൂട്ടായിട്ടാണ് ഇവർ നട്ടേക്കുന്നത്. ഇതൊന്നും പിരിച്ചു നടാനുള്ള ഒരു അറിവ് ഇവർക്ക് ഇല്ല തോന്നുന്നു. എന്തായാലും അവർക്ക് നമുക്ക് പറഞ്ഞു കൊടുക്കാം. പിന്നെ ഇവിടെ കണ്ടില്ലേ കുറച്ച് വെള്ളമുള്ള ഒരു ഏരിയ കണ്ടോ. ഞാൻ കുറച്ചുകൂടെ അടുത്തേക്ക് പോയി എടുത്ത് തരാം. അവിടെ കുറച്ച് ചെളിയായിട്ട് നിൽക്കുന്നതുണ്ട്. അപ്പോൾ സേഫ് അരുണേട്ടനൊക്കെ അവിടെ നിൽക്കുന്നുണ്ട്. ഞാൻ കുറച്ച് അടുത്ത് പോയിട്ട് എടുത്തു തരാം. അപ്പം അരുണേട്ടനൊക്കെ ഇവിടുത്തെ ചീഫിനോടും ഇവിടുത്തെ ആൾക്കാരോടൊക്കെ പറയുമായിരുന്നു, ഒരു 2-3 ഫാമിലി കൂടി വലിയൊരു കുളമാക്കി കുഴിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കിവിടെ അത്യാവശ്യം വലുപ്പത്തിൽ ഫിഷ് ഫാമിങ് ചെയ്യാൻ പറ്റും. അങ്ങനെയൊക്കെ ഓരോ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുകയാണ്. നമ്മളിവിടെ ഡിഗ് ചെയ്തതിന് ശേഷം മീൻ വാങ്ങാൻ വേറെ സ്ഥലത്ത് പോകണം കേട്ടോ. അവിടെ എന്താ പറയുക, ചെറിയ ചാമ്പോൻ്റെ ഫിഷ്, ക്യാറ്റ് ഫിഷ്, അതിൻ്റെയൊക്കെ കുഞ്ഞുങ്ങളെയൊക്കെ കൊടുക്കുന്നുണ്ടെന്ന് ഇവർ പറഞ്ഞു. അപ്പോൾ അതിന് നല്ല എക്സ്പെൻസ് ആകും മീനൊക്കെ ഇവിടെ, അതായത് കുഞ്ഞുങ്ങളെയൊക്കെ വിൽക്കുന്നതിനൊക്കെ നല്ല എക്സ്പെൻസ് ഉള്ള കാര്യമാണ്. അപ്പോൾ അതൊക്കെ നമ്മൾ അറേഞ്ച് ചെയ്ത് കൊടുക്കും. പിന്നെ ഇവരുടെ മാൻ പവറും കൊണ്ട് നമ്മൾ വലിയ കുളമൊക്കെ കുഴിക്കും. പിന്നെ ബാക്കിയുള്ള കാര്യങ്ങളും എല്ലാം നമ്മൾ സഹായിച്ചു കൊടുക്കും. ഞാൻ തമാല, അതേപോലെ ഈ അമ്മച്ചി, ഞങ്ങളെല്ലാവരും ഇവിടെ നിൽക്കുകയാണ്. ഇവർ കുറച്ചങ്ങ് ബേക്കിലാണ് കേട്ടോ, കുറച്ച് ദൂരെയാണ്. അപ്പോൾ ഞങ്ങളിവിടെ നിൽക്കുകയാണ്. ഭയങ്കര ചെളിയായതുകൊണ്ടാണ് അങ്ങോട്ട് പോവാത്തത്. അപ്പോൾ തമാലേൻ്റെ ഹെയർ സ്റ്റൈലൊക്കെ കണ്ടില്ലേ? തമാലേൻ്റെ ഹെയർ സ്റ്റൈലൊക്കെ ചേഞ്ച് ചെയ്ത് മുടിയൊക്കെ സ്ട്രെയിറ്റ് ചെയ്തു. Naomba 70 mirazi moja nene. Naomba 90 mirazi moja mirazi. കാരണം നമ്മൾ ഈ ഒരു പ്രദേശത്ത് ഫിഷ് പോണ്ട് ഉണ്ടാക്കാൻ പോവാണ്. ഫിഷ് ഫാമിങ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ് ഇപ്പോൾ തന്നെ. അപ്പോൾ ഇനി നമുക്ക് ഇവരെ എന്താ പറയുക, ഫിനാൻഷ്യലി സ്റ്റേബിൾ ആക്കുക എന്നുള്ളതാണ് നമ്മുടെ ലക്ഷ്യം. ബേക്കറി, ഫിഷ് ഫാമിങ്, കൃഷി, അങ്ങനെ ഓരോ സാധനങ്ങളായിട്ട് ചെയ്യാം. അപ്പോൾ ഇവിടെ ഫിഷ് പോണ്ട് ഉണ്ടാക്കി ഈ വെള്ളം തന്നെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും ഇതിന് കൃഷിക്കും. അപ്പോൾ ഈ സ്ഥലത്ത് നമുക്ക് കൃഷിയും ചെയ്യാൻ പറ്റും. വേനൽക്കാലത്ത് കൃഷി ചെയ്യാൻ പറ്റും. അതാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. അപ്പൊ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാല്ലേ എന്താ പരിപാടി? അപ്പൊ ഞങ്ങളിവിടെ കുളമൊക്കെ കണ്ടോണ്ടിരുന്നപ്പോ ഈ പുല്ലിന്റെ ഇടയിൽ കണ്ട നല്ല മഞ്ഞ പൂക്കൾ.
മഞ്ഞൾ. What is this one? Kali? Yeah, this is the yellow powder. We are using cooking. This is the yellow powder. Okay. This is very expensive. Okay. Make this powder. All Indian people using this one. അപ്പൊ നമ്മളുണ്ടല്ലോ അവിടെ നോക്കിയപ്പോ ചെറിയൊരു മഞ്ഞളിന്റെ ഇല പോലെ കണ്ടിട്ട് പറിച്ചു നോക്കിയപ്പോ മഞ്ഞളാണ്. കണ്ടോ, കാലിന്ന് ഇവർ പറഞ്ഞു, പക്ഷെ ഇവർക്ക് അറിയില്ല ഇത് ഇത്ര എക്സ്പെൻസീവ് ആണ്, ഇത്ര ഗുണങ്ങളുള്ള സാധനമാണെന്ന് ഇവർക്ക് അറിയാം. അപ്പൊ ഞങ്ങൾ ഇവരോട് പറയുന്നു ഇത് നല്ലോണം കൃഷി ചെയ്യാന്. കേട്ടോ, നമ്മുടെ മഞ്ഞളാ, നല്ല മണമുണ്ട്. ഇവിടെ ഒക്കെ മഞ്ഞളുണ്ട്, ഇഷ്ടം പോലെ മഞ്ഞൾ. നമ്മളെ കുളം കുടിക്കാൻ മഞ്ഞൾ കണ്ടത് കേട്ടോ. ഇതിനിടയിലൊക്കെ മഞ്ഞളുണ്ട്. ഇവർക്ക് അറിയില്ല ഇതിന്റെ ഉപയോഗം എന്താന്നുള്ളത്. കണ്ടോ, അടിപൊളി മഞ്ഞൾ. ഓക്കേ, അപ്പം നമ്മുടെ കുളത്തിൻ്റെ പണി ഇത്രയായിട്ടോ. ഞങ്ങളെല്ലാവരും ഉച്ച സമയമായപ്പോഴത്തേക്കിനും ഭക്ഷണം കഴിക്കാൻ വേണ്ടി എല്ലാവരും വീടുകളിലേക്ക് പോയി. ഞങ്ങൾ വന്നപ്പോൾ ഒരു ഇച്ചിരി നേരം കഴിഞ്ഞിട്ട് അപ്പോൾ നോക്കിയപ്പോഴത്തേക്കിനും ഇവർ ഭക്ഷണമൊക്കെ കഴിച്ച് കഴിഞ്ഞ് വീണ്ടും കുളത്തിൻ്റെ പണി തുടങ്ങി. കുളത്തിൻ്റെ പണി ഇത് ഇത്രയായിട്ടോ. കുളം കുഴിക്കുന്നിടത്തൊക്കെ വെള്ളം വന്നുകൊണ്ടിരിക്കുകയാണ്. നല്ല വെള്ളം അങ്ങനെ കെട്ടി നിൽക്കുന്ന ഒരു സ്ഥലമായതുകൊണ്ട് കുഴിക്കും തോറും വെള്ളം കൂടിക്കൊണ്ട് വരികയാണ്. പക്ഷേ ഇവർ ഈ ഒരൊറ്റ ദിവസം കൊണ്ട് ഇത്രയധികം കുഴിച്ച് വന്നിട്ടുണ്ട് കേട്ടോ. ഭയങ്കര സന്തോഷമായി ഞങ്ങൾ പെട്ടെന്ന് കണ്ടപ്പോൾ ഇത്. കാരണം കുഴിക്കാൻ തുടങ്ങി കുറച്ച് കഴിഞ്ഞപ്പോൾ നമ്മൾ മഞ്ഞളൊക്കെ കണ്ടല്ലോ, മഞ്ഞളൊക്കെ പറിച്ച് നോക്കി അതിൻ്റെ വിശേഷങ്ങളൊക്കെ പറഞ്ഞു കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോൾ ഞങ്ങളെല്ലാവരും ഭക്ഷണം കഴിക്കാൻ പോയി. വന്നു കഴിഞ്ഞപ്പോൾ ഇത്രയും കണ്ടപ്പോൾ ഭയങ്കര സന്തോഷമായി. അപ്പോൾ ഇവർ ഭയങ്കര എന്താ പറയുക സന്തോഷത്തിൽ എല്ലാവരും കൂടി ഒരുമിച്ച് ചേർന്നിട്ടാണിത് ചെയ്യുന്നത്. അപ്പോൾ ഈ കുഴിക്കുന്ന ഇത്രയും ആൾക്കാരെ കണ്ടവരെല്ലാവരും കൂടി ചേർന്നിട്ടുള്ളതാണ് ഈ ഒരു കുളം ഉണ്ടാക്കുന്നത്. ഇവർക്കെല്ലാവർക്കും വേണ്ടിയിട്ടാണ് ഈ ഒരു കുളം. ഇനി ഈ ഒരു കുളത്തിൻ്റെ പണി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇനി വേറെയും കുളങ്ങൾ ഒരുപാട് ഉണ്ടാക്കും കേട്ടോ. അപ്പോൾ നമ്മുടെ കുളത്തിന്റെ പരിപാടി അടിപൊളിയായിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്, വളരെ ഫാസ്റ്റ് ആയിട്ട്. ഇപ്പോൾ ഇത്രയും ഭാഗം തന്നെ അവർ കൊത്തി റെഡി ആക്കിയിട്ടുണ്ട്. അപ്പോൾ എന്തായാലും 1 വീക്ക് നമ്മൾ ടൈം കൊടുത്തു. 1 വീക്കിനുള്ളിൽ കുളം റെഡിയാക്കുന്ന പറയുന്നത്. നമ്മൾ മീനൊക്കെ അടുത്ത ആഴ്ച മീൻ ഇറക്കും നമ്മൾ. അപ്പോൾ അടുത്ത ആഴ്ച ഞങ്ങൾ മീൻ വാങ്ങാൻ പോണതൊക്കെ എല്ലാവർക്കും കാണിച്ചു തരാം കേട്ടോ. അതുപോലെ നിങ്ങൾക്ക് കമന്റ് ചെയ്യാം, നമ്മുടെ മീൻ വളർത്തുമ്പോൾ എന്തൊക്കെ ചെയ്യണം, വെള്ളത്തിന്റെ pH കാര്യങ്ങളൊക്കെ ഓക്കെ ആക്കാൻ വേണ്ടി എന്തൊക്കെ ചെയ്യണം. അങ്ങനെയുള്ള മീൻ വളർത്തുന്ന ആരെങ്കിലും നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് ഉണ്ടെങ്കിൽ നമ്മുടെ വാട്സപ്പ് നമ്പറിൽ ഒന്ന് കോൺടാക്ട് ചെയ്യുക. നമ്മുടെ ഡിസ്ക്രിപ്ഷനിൽ നമ്മുടെ വാട്സപ്പ് നമ്പർ ഉണ്ട് കേട്ടോ. അതിൽ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്താ പറയുക എന്തെങ്കിലുമൊക്കെ പറഞ്ഞു തരാൻ നിങ്ങൾക്ക് പറ്റുമെങ്കിൽ. കാരണം നമ്മുടെ മീനെ കൊണ്ടുവന്ന് മീൻ ചത്തു പോകാൻ പാടില്ലല്ലോ. നമുക്കിതിനകത്ത് എക്സ്പീരിയൻസ് ഇല്ല. നമുക്ക് ഇവിടെ തൊട്ടടുത്തൊരു വില്ലേജിൽ ഇങ്ങനെ മീൻ ഫാമിംഗ് ഉണ്ട്. അവിടെ തന്നെ അവിടെ മീനിൻ്റെ കുഞ്ഞുങ്ങളെ നമുക്ക് മേടിക്കാൻ പറ്റുന്നൊക്കെയാണ് പറഞ്ഞേക്കുന്നത്. പറ്റിയാൽ നമുക്ക് ഇന്നൊന്ന് വേണേൽ പോയി നോക്കാൻ വരുന്നത്. ടൈം ഉണ്ടാവാൻ ചാൻസ് ഇല്ല. നമുക്ക് ഇവർക്ക് ഇതിൻ്റെ ഇടയ്ക്ക് ഒരു അടിപൊളി ഉള്ളിവട ഉണ്ടാക്കി കൊടുക്കണം അല്ലേ? അതെ, ഈ പണിക്കാർക്ക് കുറച്ച് ഉള്ളിവട ഉണ്ടാക്കി കൊടുക്കണം. ഉള്ളിവടൻ്റെ വീഡിയോ വരുന്നതായിരിക്കും. അപ്പോൾ ഞാൻ പണി തുടങ്ങിയ സമയത്ത് ഞാൻ ഷൂട്ടാവുന്നത് ഷൂ ഒക്കെ ഊരി വെച്ചിട്ട് ഞാൻ വന്നു. ഞാൻ കരുതി ഇവിടെ നിന്ന് കൂടേണ്ടി വരുന്നു. പക്ഷെ നമ്മളൊന്നും കൂടേണ്ട ആവശ്യമില്ല. വളരെ ആക്റ്റീവായിട്ടുള്ള പയ്യന്മാരാണ് ആൾക്കാർ. എന്താ പറയുക, നമ്മൾ മറ്റേ വില്ലായിരുന്ന സമയത്ത് നമ്മൾ തൂമ്പെടുത്ത് കൊത്തിയാണ്ട് ഇറങ്ങിയില്ലായിരുന്നു അവരിറങ്ങിക്കൊണ്ട്. ഇവിടെ അങ്ങനെയൊന്നുമല്ല. ഇവർക്ക് നമ്മളൊരു പ്രോമിസ് കൊടുത്തു കഴിഞ്ഞാൽ ഇവർ കട്ടയ്ക്ക് ഞാൻ പറഞ്ഞു ഞാൻ മീൻ കുഞ്ഞുങ്ങളൊക്കെ ഞാൻ മേടിച്ച് തരാം, അതിന് വേണ്ടി എല്ലാ ട്രെയിനിങ്ങും കാര്യങ്ങളൊക്കെ നമ്മൾ റെഡി ആയി തരും, നിങ്ങൾ ഇതിനു വേണ്ടി എഫേർട്ട് എടുത്താൽ മാത്രം മതി കാരണം ആൾക്കാർ റെഡിയാണ്. പറഞ്ഞ അപ്പോൾ തന്നെ അത് ഇത്ര ദിവസം നേരം കൊണ്ട് ഇത്രയും അവർ കൊത്തിയെടുത്തു. അപ്പോൾ ഇവർ റെസ്റ്റ് എടുക്കാതെ കണ്ടിന്യൂസ് അതിന് വേണ്ടി ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ പ്രത്യേകത എന്ന് വെച്ചാൽ ഇവർക്ക് ലൈഫിൽ രക്ഷപ്പെടണം എന്നുള്ളൊരു ഇതുണ്ട്. ആ ഒരു തീ ഉണ്ടെന്നല്ല മനസ്സിൽ നമുക്കൊരു ഇതുണ്ടാകും, നമ്മൾ രക്ഷപ്പെടാൻ വേണ്ടി നമുക്ക് ആരും സപ്പോർട്ട് ചെയ്ത് നമ്മൾ മുമ്പോട്ട് പോകുന്നു. അപ്പോൾ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാർക്കും ഒരു എന്താ പറയുക സന്തോഷം ഉണ്ടാവും ചെയ്യുമ്പോൾ. നമ്മൾ ചെയ്യുന്ന കാര്യത്തിനെ കുറിച്ച് ഭയങ്കര സന്തോഷമാണ്. ഞാൻ ഇങ്ങനെ പറയാൻ കാരണം നമ്മുടെ പഴയ വില്ലേജ് സമയത്ത് നമ്മുടെ സ്കൂളിലൊക്കെ നമ്മൾ തന്നെ പെയിൻറ്റ് അടിച്ചിട്ടുണ്ടായിരുന്നു, നമ്മൾ കട്ടെടുത്ത് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ പല കാര്യങ്ങളും നമ്മൾ ചെയ്യേണ്ടി വന്നിട്ടുണ്ട്. കാരണം ഇവർ ഒരു ഇമ്പോർട്ടൻ്റ് കൊടുക്കാവുന്ന സമയത്തൊക്കെ. അപ്പോൾ നമ്മുടെ ഹോസ്പിറ്റലിൽ പണി നടക്കുന്നുണ്ട് അവിടെയും വളരെ മന്ദഗതിയിൽ. ജിഫ്റ്റർ വന്ന സമയത്ത് ജിഫ്റ്റർ പറയുക എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല. ആൾക്കാർക്ക് ഒരു താല്പര്യം. നമ്മളുടെ സമയത്ത് നമ്മുടെ ഒരു ഫോഴ്സിങ്ങിൽ ചെയ്തുകൊണ്ടിരുന്ന കാര്യങ്ങളാണ്. പക്ഷെ ഇവിടെ തമ്മിൽ നമ്മൾ വരേണ്ട ആവശ്യമില്ല. നമ്മളുണ്ടെങ്കിലും ഇല്ലെങ്കിലും അവർ പറയുന്ന പണിയിട്ട് വൃത്തിയായിട്ട് ചെയ്യും. അതാണ് പ്രത്യേകം. കാരണം അവിടുത്തെ വലിയ ആൾക്കാർ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരെ സംബന്ധിച്ചോളം അവരുടെ ഒരു വരുമാന മാർഗ്ഗം എന്ന് പറയുന്നത് ചാർക്കോള്. അതുപോലെ കാട്ടിൽ അവർ കാടാണ്, ഫോറസ്റ്റാണ്. മരം മുറിച്ചിട്ട് ഒരു മരം മുറിച്ച് വിറ്റ് കഴിഞ്ഞാൽ തന്നെ നല്ല പൈസ കിട്ടും. അത് അവരുടെ ജീവിതമാർഗ്ഗമായി കാണുന്നു. ലേഡീസ് ആണെങ്കിൽ ചർക്കരി ഉണ്ടാക്കി വിൽക്കുന്നു, പിന്നെ ആൾക്കാർ മീൻ പിടിക്കാൻ പോകുന്നു. അപ്പോൾ അന്നേക്കുള്ള വരുമാനം അവർക്ക് ഉണ്ടാക്കാൻ പറ്റുന്നുള്ളത് കൊണ്ട് ഫ്യൂച്ചറിനെ കുറിച്ച് ചിന്തിക്കും. ഇവിടെ എന്ന് പറഞ്ഞാൽ സിറ്റി എടുത്തുള്ള കാര്യം അവരെ സംബന്ധിച്ചോളം അപ്പുറത്തും ഇപ്പുറത്തെ ജീവിക്കുന്ന മനുഷ്യരെ കാണുന്നുണ്ട്, അവരുടെ ലൈഫ് കാണുന്നുണ്ട്. അപ്പോൾ അതുപോലെ നമുക്ക് എത്തണം എന്നുള്ളൊരു കാഴ്ചപ്പാട് ഇവർക്കുണ്ട്.
അതുകൊണ്ട് തന്നെ ഇവർ അതിനുവേണ്ടി പരിശ്രമിക്കുന്നുണ്ട്. അപ്പോൾ അതിനുവേണ്ടി സപ്പോർട്ട് ചെയ്യാൻ നമുക്കൊരു എന്താ പറയുക, നമുക്കൊരു സന്തോഷമാണ് ചെയ്യാൻ വേണ്ടി. ചെയ്യുന്ന കാര്യങ്ങൾ വളരെ നീറ്റായിട്ട് ചെയ്യുന്നുണ്ട് അവർ. അപ്പോൾ അതിലാണ് ഇപ്പോൾ നമ്മൾ ഇറങ്ങേണ്ട ആവശ്യമില്ല, ഞാൻ തൂമ്പെടുക്കേണ്ട ആവശ്യം എനിക്കില്ല, അല്ലെങ്കിൽ നമ്മൾ കാണിച്ചു കൊടുക്കും ഒന്നും വേണ്ട. നമ്മൾ ഐഡിയ പറഞ്ഞു അതേപോലെ അതിനേക്കാളും കുറച്ചുകൂടെ മികച്ചതായി അവർ ചെയ്യുള്ളൂ. അതൊക്കെയാണ് ഓരോ വ്യത്യാസം. ഓരോ സ്ഥലത്തിൻ്റെ ഓരോരോ പ്രദേശത്തിൻ്റെ വ്യത്യാസമുണ്ട്. അവിടുത്തെ ജീവിക്കുന്ന ആൾക്കാരുടെ സിറ്റുവേഷൻ ഉണ്ട്. ഇവിടുത്തെ ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം കുട്ടികൾക്ക് എഡ്യൂക്കേഷൻ വേണം, കാരണം സിറ്റി അടുത്താണല്ലോ, ജോലിക്ക് സാധ്യതകളുണ്ട്. അപ്പോൾ അതൊക്കെ അവരുടെ ലൈഫിനെയും ബാധിക്കും. മറ്റവരെ സംബന്ധിച്ചോളം അങ്ങനെ ചിന്തിക്കുന്നില്ല. നമ്മൾ കുറേ വട്ടം പറഞ്ഞു കൊടുക്കേണ്ടി വന്നു ലൈഫിനെ കുറിച്ച്. നമ്മൾ നിരന്തരം അവർ ക്ലാസ് എടുത്തുകൊണ്ടിരിക്കേണ്ടി വന്നു. നമ്മൾ 2-2.5 വർഷം ഉണ്ടായിട്ടും കൂടെ അത്രമാത്രം എന്താ പറയുക ഇമ്പ്രൂവ്മെൻ്റ് അവിടെ ഉണ്ടാക്കാൻ കഴിഞ്ഞില്ല. പക്ഷേ ഇവിടുത്തെ ആൾക്കാരെ സംബന്ധിച്ച് നമ്മളെ ചുരുങ്ങിയ ദിവസങ്ങൾ കൊണ്ട് തന്നെ നമുക്ക് മാറ്റങ്ങൾ കൊണ്ടുവരാൻ പറ്റുന്നുണ്ടെന്നുള്ളതാണ്. അതാണ് അത് നമുക്ക് ഹെഡേക്ക് ഇല്ല. നമുക്കൊരു കാര്യം പറഞ്ഞു കൊടുത്താൽ മതി. ഇപ്പം ഇങ്ങനത്തെ 4 കുളം കുളയ്ക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതേപോലെ 4 കുളം അടുത്ത ആഴ്ച വരുമ്പോൾ ഉണ്ടായിട്ടുണ്ടാവും അവിടെ. അതാണ് പ്രത്യേകത. അപ്പോൾ അതുപോലെ തന്നെ ആൾക്കാർ എപ്പോഴും ചോദിക്കുന്ന കാര്യമാണ്, നിങ്ങൾ പഴയ വില്ലേജിനെ വിട്ടോ, അതേ പഴയ വില്ലേജ് പോകാറില്ല, എന്താ അവിടെ കാണിക്കാത്തതിന്? പഴയ വില്ലേജിലേക്ക് ഇടുന്ന ഏകദേശം 280 കിലോമീറ്റർ ഉണ്ട്. അപ്പോൾ 280 കിലോമീറ്റർ നമുക്ക് പോകാമെന്ന് പറയുക ഒരിക്കലും പോസിബിൾ ആയിട്ടുള്ള കാര്യമല്ല. നമ്മളെ സംബന്ധിച്ചോളം നമുക്ക് കിട്ടുന്ന ഞായറാഴ്ച ഒരു ദിവസമാണ് ഹോളിഡേ കിട്ടുക. നമ്മൾ ജോലി ചെയ്യുന്ന ആൾക്കാരാണ് മലാവിയിൽ. നമ്മുടെ ജോലി ചെയ്യുന്നു, ഈ രാജ്യത്ത് ജോലി ചെയ്യുന്ന ആൾക്കാരായതുകൊണ്ട് നമ്മുടെ ഒരു സോഷ്യൽ കമ്മിറ്റ്മെൻറ്റ് എന്ന രീതിയിൽ ചെയ്യുന്ന കുറേ കാര്യങ്ങളാണ് ഉള്ളത്. അപ്പോൾ നമ്മൾ എവിടെയാണുള്ളത്? നമ്മുടെ അടുത്തുള്ള സ്ഥലങ്ങൾ. നമുക്കൊരിക്കലും നമുക്ക് കിട്ടുന്ന ഫെസിലിറ്റീസ് നമ്മൾ ഒരിക്കലും ദുരുപയോഗം ചെയ്യാൻ പാടില്ലല്ലോ. അപ്പോൾ നമുക്ക് നമ്മുടെ അടുത്തുള്ള സ്ഥലങ്ങളിൽ പോവുക, അവിടെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ ചെയ്യാം. അല്ലാതെ വേറെ കാര്യം, നമ്മൾ ഈ പ്രവർത്തനങ്ങളൊക്കെ ചെയ്യുന്ന സമയത്ത് നമുക്ക് വരുന്ന ഒരുപാട് കമൻറ്റുകളുണ്ട്, നിങ്ങൾ ഇവരുടെ ദൈവമാണ്, അല്ലെങ്കിൽ നിങ്ങൾ കാണപ്പെട്ട ദൈവം. നമ്മളെപ്പോഴും ചിന്തിക്കുന്നത് നമ്മൾ അങ്ങനെയൊന്നുമല്ല. നമ്മൾ ശരിക്കും പറഞ്ഞാൽ സാധാരണ മനുഷ്യരാണ്. നമുക്ക് എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ് നമ്മൾ ചെയ്യുന്നത്. ഒരിക്കലും നമ്മളൊരു ഉപകാരം ഒരാൾക്ക് ചെയ്യുന്ന സമയത്ത് ഞങ്ങളൊരു പോളിസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ ഇന്നൊരാൾക്ക് കിണർ കുഴിച്ചു കൊടുത്തു, ആ കിണർ കുഴിച്ചു കൊടുത്തു, അതിന് നമുക്കൊരു സന്തോഷം കിട്ടി, കാണുന്ന നിങ്ങൾക്കൊരു സന്തോഷം കിട്ടി, അതാണ് നമ്മുടെ ബെനിഫിറ്റ്. അല്ലാതെ നാളെ ഇപ്പോൾ കിണർ കുഴിച്ച ആൾക്കാർ മൊത്തം നമ്മളെ ആലോചിച്ചുകൊണ്ടിരിക്കണം. അല്ലെങ്കിൽ ഞാനീ പറയാൻ കാരണം എന്താ പറയുക, പലപ്പോഴും ആളുകൾ പറയുന്നൊരു കാര്യമാണ്, ഇവർക്ക് നന്ദിയില്ല, അല്ലെങ്കിൽ ഇവർ നാളെ ഒന്നും ഓർക്കത്തില്ല, അങ്ങനെയൊക്കെ പറയും. അപ്പോൾ അങ്ങനെ ചിന്തിക്കേണ്ട ആവശ്യമില്ല. നമ്മൾ ഒരാൾക്ക് സഹായിക്കുക എന്നുള്ളത് നമ്മുടെ ഒരു ഉത്തരവാദിത്വം. നമ്മളൊരാളെ ഹെൽപ്പ് ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മുടെ ആ സമയത്ത് നമുക്കൊരു ഹാപ്പിനെസ് ഉണ്ട്. അപ്പോൾ ആ കിണർ കുഴിച്ച് കഴിയുമ്പോൾ ഞങ്ങൾക്കുണ്ടായ ഒരു സന്തോഷം എന്ന് പറഞ്ഞാൽ പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരു കാര്യമാണ്. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഓരോ കാര്യം ചെയ്യുന്നത് നമുക്ക് സന്തോഷം ഉണ്ടാക്കാൻ വേണ്ടിയാണ്. നമ്മൾ ഒരുപാട് പൈസ ഉണ്ടാക്കുന്നതോ, നമ്മൾ വലിയ വലിയ വീട് വെക്കുന്നതോ, വണ്ടി മേടിക്കുന്നതോ, അതെല്ലാം നമ്മുടെ സന്തോഷത്തിന് വേണ്ടിയല്ലേ. അപ്പോൾ നമ്മൾ ഓരോ കാര്യം സന്തോഷം ഉണ്ടാകും, നമ്മുടെ മനസ്സിന് സന്തോഷം കിട്ടാൻ വേണ്ടി നമ്മൾ ഓരോ കാര്യങ്ങളും ചെയ്യുന്നത്. അതുപോലെയാണ് നമ്മളൊരാളെ ഹെൽപ്പ് ചെയ്യുക എന്ന് പറയുമ്പോഴത്തേക്കും അയാൾക്ക് സന്തോഷം കിട്ടുന്നു, നമുക്കും സന്തോഷം കിട്ടുന്നു. നമ്മൾ ഒരു കാര്യം ചെയ്തപ്പോൾ ആ മനുഷ്യർക്ക് വെള്ളം കുടിക്കാൻ പറ്റി എന്നുള്ളത് നമ്മുടെ ഒരു സന്തോഷമാണത്. അവിടെ തീർന്നു. പിന്നെ നമ്മൾ അയ്യോ ഇനിയിപ്പോൾ ഞങ്ങൾ ചെയ്തു കൊടുത്തു, ഇപ്പോൾ അവർ നമ്മളെ കണ്ടപ്പോഴത്തേക്കും അല്ലെങ്കിൽ നമ്മളെ വിഷ് ചെയ്യണം, അല്ലെങ്കിൽ നമ്മളെ ഇവർ പൊക്കിക്കൊണ്ട് നടക്കണം, അങ്ങനെയൊന്നും ചിന്തിക്കേണ്ട ആവശ്യമില്ല. നമുക്ക് പറ്റാവുന്ന കാര്യം നമ്മൾ ലോകത്ത് ജീവിച്ചിരിക്കുമ്പോൾ നമ്മൾ ചെയ്തു എന്നുള്ളത്. നമ്മുടെ ഒരു എന്താ പറയുക, കയ്യൊപ്പ് ചാർത്തി പോകാമെന്നറിയില്ലേ, നമ്മൾ ജീവിച്ചിരുന്നു ഈ ഭൂമിയിൽ എന്നുള്ളതിനൊരു കയ്യൊപ്പ് ചാർത്തി പോവുക. നമ്മൾ മരിച്ച് നാളെ പോയാലും ആ ഓർമ്മകളുണ്ടാകും, നല്ല നല്ല ഓർമ്മകൾ ഉണ്ടാക്കി വെക്കുക എന്നുള്ളത് മാത്രമാണ്. അതിനപ്പുറത്തേക്ക് നമ്മളെ ഒരിക്കലും, അപ്പോൾ നിങ്ങൾ ഒരിക്കലും കമൻറ്റ് ചെയ്യുന്ന സമയത്ത് അങ്ങനെയൊന്നും കമൻറ്റ് ചെയ്യരുത് കേട്ടോ. നിങ്ങളാണ് ദൈവം അങ്ങനെയൊന്നും ഒരിക്കലും പറയരുത്. ജസ്റ്റ് അത് എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ്. നമ്മൾ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളാണ് ചെയ്യുന്നത്. ഇതിലേയും വലിയ വലിയ കാര്യങ്ങൾ ചെയ്യുന്ന ഒരുപാട് ആളുകളുണ്ട്. അപ്പോൾ അത്രേ ഉള്ളൂ, നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ ഇത് തന്നെയാണ്. നമുക്ക് സന്തോഷം കിട്ടാം, നമുക്ക് ഇതിനകത്ത് ഒന്നും കിട്ടുന്നില്ല എന്ന് പറഞ്ഞാൽ നമുക്ക് സന്തോഷം കിട്ടുന്നുണ്ട്. ഒരുപാട് സന്തോഷം എന്ന് പറഞ്ഞാൽ നമുക്ക് പറഞ്ഞറിയിക്കാൻ പറ്റാത്തത്ര സന്തോഷം നമ്മൾ ഈ ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ അത്രേ ഉള്ളൂ. അപ്പോൾ ഞാനെന്തായാലും 2 കൊത്ത് തരാം കേട്ടോ ഇവൻ്റെ കൂടെ, എന്നിട്ട് ഞാൻ വരാം. കാരണം നമുക്കിങ്ങനെ നിൽക്കുമ്പോഴേ ഒരു എന്താ പറയുക, ഒരു സൂപ്പർവൈസർ പോലെ തോന്നും. അപ്പോൾ നമ്മളിത് ഇറങ്ങുകയാണെങ്കിൽ, ഇവരെ കൂടെ ഇറങ്ങുകയാണെങ്കിൽ നമുക്ക് എന്താ അറിയാം, നമ്മൾ ഇവരിൽ ഒരാളാണെന്നുള്ളൊരു സന്തോഷം കിട്ടും നമുക്ക് ചെയ്യുമ്പോൾ. പിന്നെ നമ്മളും കൂടി ചെയ്തു എന്നുള്ളൊരു ഇതല്ലേ, നമ്മൾ വെറുതെ നിൽക്കുന്നതിനേക്കാൾ ഇതാണ് നമ്മൾ കുറച്ച് പണി ഇങ്ങനെ നടക്കുന്നത് എന്താ വൈബില്ലേ. അപ്പുറത്ത് ഒരു പയ്യൻ ആടിനെ തീറ്റാൻ പോണു. അപ്പോൾ നമ്മൾ കുളം ഉണ്ടാക്കുന്ന ഈ ഒരു ചെറിയ കുഴി ഉണ്ടല്ലോ, ഇതിനകത്ത് മീനുണ്ട്.
മീൻ 2-3 നേരമായിട്ട് ഇങ്ങനെ വെട്ടി പോകുന്നുണ്ട്. അപ്പോൾ ഒരു കൊതുകുവല എടുത്തുകൊണ്ട് വന്നിട്ട് മീൻ കോരാൻ പോകട്ടെ അതിൻ്റെ ഇടയിൽ. തവളയാണ്. അല്ല പെട്ടക്കുന്ന മീൻ വലിയ വലുപ്പമൊന്നുമില്ല, കുഞ്ഞതാണ്, ചെറിയ മീൻ. അപ്പോൾ നമ്മുടെ ഒരു പുതിയൊരു ദൗത്യം ഇവിടെ ആരംഭിച്ചത് എല്ലാവരും കണ്ടു എന്ന് വിചാരിക്കുന്നു. എല്ലാവർക്കും നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇവരെന്തായാലും നന്നായിട്ട് പണിയെടുക്കുന്നുണ്ട്. എന്തെങ്കിലുമൊക്കെ ജീവിതത്തിൽ ആവണം എന്ന് ആഗ്രഹിക്കുന്ന കുറേ ആൾക്കാരാട്ടോ ഇവരൊക്കെ. അപ്പോൾ ഇനി അടുത്ത ആഴ്ച നമ്മൾ വരുമ്പോഴത്തേക്കിനും ഈ കുളത്തിൻ്റെ ഫുള്ള് വർക്കും തീർക്കും എന്നാണ് ഇവർ നമുക്ക് തന്നൊരു പ്രോമിസ്. നമുക്ക് നോക്കാം. നമുക്ക് കിണർ കുഴിച്ചപ്പോൾ ഇവർ അങ്ങനെ പ്രോമിസ് തന്നിരുന്നു പെട്ടെന്ന് തീർക്കുന്നു. അത് അവർ ചെയ്തു. അതേപോലെ ഒരു പ്രോമിസ് തന്നിട്ടുണ്ട്, അടുത്ത ആഴ്ച ഞങ്ങൾ വരുമ്പോഴത്തേക്കിന് ഈ കുളം മൊത്തം കുഴിച്ച് കഴിഞ്ഞിട്ടുണ്ടാകുന്നത്. അപ്പം ഞങ്ങൾ അവർക്കൊരു പ്രോമിസ് കൊടുത്ത അടുത്ത ആഴ്ച നമുക്ക് മീൻ വാങ്ങാൻ പോവാം, മീൻ കുഞ്ഞുങ്ങളൊക്കെ കാണാൻ പോവാം, അവിടെ നിന്ന് വാങ്ങാം എന്നൊക്കെ ഞങ്ങളും പ്രോമിസ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും പ്രോമിസ് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ സക്സസ്ഫുൾ ആവട്ടെ. അപ്പോൾ നിങ്ങൾക്ക് നമ്മുടെ വീഡിയോസ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ നമ്മുടെ കമൻറ്റിൽ രേഖപ്പെടുത്തുക. അപ്പോൾ കൂടുതൽ കാഴ്ചകളും വിശേഷങ്ങളുമായിട്ട് അടുത്തൊരു എപ്പിസോഡിൽ വരാം. പോകുന്നതിന് മുന്നേ കുളത്തിനെ പറ്റി, ഒരു മീൻകുളം എങ്ങനെ ഉണ്ടാക്കുന്നു, എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്നൊക്കെ അറിയുന്ന ആൾക്കാരുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് അതും കൂടി ഒന്ന് കമൻറ്റിൽ പറയണം. അപ്പോൾ കൂടുതൽ കാഴ്ചകളായിട്ട് അടുത്ത എപ്പിസോഡിൽ വരാം. അതുവരേക്കും ബൈ.